അതിൻ്റെ അവിടെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ പഴം എന്ന് മാത്രമാണ്. നമ്മൾ ഈ ആപ്പിൾ വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിലുള്ള. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വരാം. അടുത്ത വിട്ടോളൂ എന്ന് പറഞ്ഞു. വിട്ടോളൂ സമയം ഒരുപാടായി കാണാൻ നമുക്ക് വിട്ടുകളയാം. വിട്ടോളൂ. ഇതാണ് നമ്മൾ ഈ ആധുനിക വൈദ്യം എന്ന് പറയുന്ന ഒരു കാലത്ത് ക്രിസ്ത്യാനികളുടെ, നമ്മൾ എന്തെങ്കിലും ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ ആൾ പോയത് മത്സ്യത്തിരാൻപൂരിൽ നിന്നാണ് ആദ്യകാലത്ത് ഡോക്ടർമാർ പോയത്. കാരണം അങ്ങനെ പോകാൻ കാരണം ഈ നമ്മുടെ മാരാമൺ കൺവെൻഷനാണ്. മാരാമൺ കൺവെൻഷൻ വരുന്ന ഉപദേശികൾ പറയും മാനവ സഭ എന്ന് പറയുന്നത്, നമ്മളെ മാധവ സഭ എന്ന് പറയുന്ന പോലെ ഈ ആതുര ശുശ്രൂഷയാണ് ദൈവത്തെ ശുശ്രൂഷ എന്ന് പറയുന്ന പോലെ ആദ്യകാലത്തെ പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും അങ്ങനെ അവർ നേഴ്സായിട്ട് പോകുന്നത്. അതുപോലെ മറ്റ് ക്രിസ്ത്യാനികളുടെ ഡോക്ടർമാരാകുന്നത്. അവർ അക്കാലത്ത് MBBS ഒന്നുമില്ല, LMB ഒക്കെയാണ്. അതിന് മറ്റേ മിറാജ് എന്ന് പറയുന്ന ബോംബെയിലൊക്കെ പോകാറ്. അങ്ങനെയൊക്കെ പോയ ആളുകളൊക്കെ മത്സ്യതിരാംകൂറുകാരായിരുന്നു. പക്ഷെ കോട്ടയത്ത് നിന്ന് ആദ്യം പോയ ഇദ്ദേഹമാണ് ഐമനംകാരൻ. നമ്മുടെ മറ്റേ ഇവരുടെ ബന്ധുവാണ്. ടി പുന്നന്റെ മകളാണ് മേരി പുന്നൻ. പിൽക്കാലത്ത് പ്രത്യേക മേരി പുന്നൻ. അവരൊക്കെ കോട്ടയംകാരാണ്, ഐമനംകാരാണ്. അതിപ്പോൾ തന്നെ കേരളത്തിലെ ആദ്യകാലത്തെ വലിയ സീനിയർ ഡോക്ടർമാരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു. നമ്മൾ ഹിന്ദുക്കളധികം പോകാറില്ലായിരുന്നു. ഇത് പാറയ്ക്കൻ, മാത്യു വറീസ്, ഇത് ഞാൻ ആദ്യം പറഞ്ഞ ജോർജ് ജേക്കബ് സാർ. അപ്പോൾ ഞാൻ ഒരുപാട് ലേഖനങ്ങൾ എഴുതി. ഈ ലേഖനങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. അങ്ങനെയാണ് പ്രസവ മരണങ്ങളിൽ സംഭവിച്ചപ്പോൾ ഒരു കഥയാണ്, ഒരു കഥയല്ല, നടന്ന സംഭവമാണ്. ഇത് വായിച്ചോളൂ. ഇത് പേര് പറഞ്ഞു അല്ല, ഞാൻ വിട്ടോളൂ പോട്ടെ. മറ്റൊന്ന്, എൻ്റെ ലേഖനം വഴി രക്ഷപ്പെട്ട ഒരു ആശുപത്രിയാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഡോക്ടർ ജോണിന്റെ ഗുഡ് സമരിറ്റൻ ഹോസ്പിറ്റൽ. പണ്ട് കാലത്ത് മറ്റേ നമ്മുടെ എന്താ പേര് പറഞ്ഞു, വേറൊക്കെ വന്നു പേര് പറഞ്ഞേ അരവിന്ദനൊക്കെ അറിയാവുന്ന സംഭവമാണ്. പണ്ട് എരുമേലി എന്ന സ്ത്രീ ഈ ആശുപത്രി വന്ന് പെൻസിലും കുത്തിയതിനകത്തൊന്നും മരിച്ചുപോയി. പോയപ്പോൾ എരുമേലിക്കാരെല്ലാം കൂടെ പറഞ്ഞു അദ്ദേഹം ഇങ്ങനത്തെ മരുന്ന് മാറി കൊടുത്താണ്, നമുക്ക് തല്ലിപ്പൊളിപ്പിച്ച് കളയാമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ ഒരു വലിയ സംഭവമായി. അരവിന്ദനൊന്നും ഇല്ലായിരുന്നു, മറ്റു ചിലരെല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. അന്ന് യാദൃശ്യമായിട്ട് മനോരമ പത്രം നോക്കിയപ്പോൾ എൻ്റെ ഒരു ലേഖനമുണ്ട്, പ്രതിക്കൂട്ടൽ ശരീരം. കാലത്ത് ഒരുപാട് പെൻസിലിൻ റിയാക്ഷൻ വന്ന് മരിച്ചതിനെ തുടർന്ന് ഞാൻ എഴുതിയാണ്. അത് മനോരമ ലീഡർ പേജിൽ എൻ്റെ ഒരു ലേഖനം ആദ്യമായിട്ട്, അനീഷുണ്ടോ ഇവിടെ? ഇല്ല, ആദ്യമായിട്ട് മനോരമയിൽ വരുന്നതാണ് ഈ പ്രതിക്കൂട്ടൽ ശരീരം. ആ പ്രതിക്കൂട്ടൽ ശരീരം എന്നുള്ള ലേഖനം രക്ഷപ്പെടുത്തിയത് ഡോക്ടർ ജോണിനെയാണ്. കാരണം അത് തല്ലിപ്പൊളിക്കാൻ വന്ന ദിവസമാണ് ഈ പത്രത്തിൻ്റെ ലേഖനം വരുന്നത്. പക്ഷെ ഞാനിത് അറിഞ്ഞിരുന്നില്ല. കുറെ നാൾ കഴിഞ്ഞ് ഡോക്ടർ ജോണ് ഡ്രൈവർ വശം കുറെ ആപ്പിളും കുറെ അതും ഇതും അദ്ദേഹത്തിന് ചില പുസ്തകങ്ങളല്ല എൻ്റെ വീട്ടിലേക്ക് കൊടുത്തത്. ഞാൻ ചോദിച്ചു എന്താ കാരണം? പറഞ്ഞു അന്ന് ഡോക്ടർ എഴുതിയ ആ ലേഖനം കാരണമാണ് എൻ്റെ ആശുപത്രി അടക്കപ്പെട്ടായിരുന്നത്. പക്ഷെ പിൽക്കാലത്ത് ഞാൻ എരുമേൽ ചെന്നപ്പോൾ ആരോ പറയാം, ഇപ്പൊ ശരിക്കും ഡോക്ടർ അതിനുവേണ്ടിയല്ലേ എഴുതിയത്, ഞാനതൊന്നും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ആശുപത്രിയെ രക്ഷപ്പെടുത്തിയ ലേഖനമാണ് പ്രതിക്കൂട്ടൽ ശരീരം. ഇത് അക്കാലത്തെ പൊൻകുന്ന ഫാർമേഴ്സ് ക്ലബ്. നമ്മൾ ആദ്യത്തെ ഇതിന്റെ ചരിത്രം കാണിച്ചില്ലല്ലേ? നമ്മുടെ ക്ലബിന്റെ ചരിത്രം കാണിച്ചില്ലല്ലേ? ആദ്യത്തെ എന്റെ മൂട് കളഞ്ഞതാ പറ്റിയത്. ഇതാണ് എന്റെ ചരിത്രം. ഇത് നമ്മുടെ ഈ രണ്ടുപേരെ മറന്നു കളയുക. ഇത് ആദ്യത്തെ അച്ഛനും മകനും അംഗങ്ങളായിരുന്ന ഒരു ക്ലബ്ബാണ്. ഇത് എൻ്റെ അച്ഛൻ 103-ാമത്തെ മനസ്സിൽ അന്തരിച്ച KS അയ്യപ്പൻപിള്ള. ഇത് നമ്മുടെ അന്തരിച്ച മറ്റൊരാള്. ഇത് എൻ്റെ അച്ഛൻ. ഇത് അക്കാലത്തെ ചില മീറ്റിങ്ങുകൾ. ഇത് എൻ്റെ അച്ഛൻ. ഇതാണ് നമ്മുടെ സ്ഥാപകൻ. ഈ ഫോട്ടോ എനിക്ക് വെളിയിലേക്ക് കൊടുക്കാൻ സാധിച്ചില്ല. ഇത് പന്തലുവേലിൽ PM മാത്യു. അദ്ദേഹം നമ്മുടെ വ്യായാമങ്ങളൊക്കെ കാണിച്ചിരുന്നു. ഇതാണ് നമ്മളെ വഴിയിൽ കിടന്ന് മരിക്കേണ്ടി വന്ന നമ്മുടെ, അറിയാമല്ലോ, വഴിയിൽ കിടന്ന് മരിച്ച മണിക്കൂറുകൾ വഴിയിൽ കിടക്കേണ്ടി വന്ന നമ്മുടെ ഒരു അംഗമായിരുന്നു അദ്ദേഹം. ഇത് ഓരോ മീറ്റിങ്ങുകളാണ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം കാണാം, പഴയ ചരിത്രങ്ങൾ കാണാം. ഇതാരായിരുന്നു? മറന്നുപോയി. ഇത് പഴയ ചരിത്രങ്ങൾ. നമ്മുടെ അംഗങ്ങളൊക്കെ യോഗമെന്ന് അരനൂറ്റാണ്ടിൻ്റെ കലാസൗകര്യം. ഇതെൻ്റെ അച്ഛന്. ഇതെൻ്റെ പ്രസംഗം. ഇത് നമ്മുടെ സെക്രട്ടറി. ഇതാരാന്ന് ഓർമ്മ വരുന്നില്ല. ഇത് നമ്മുടെ രാജേന്ദ്രൻ. ഇങ്ങനെ പഴയ ഇതെല്ലാം ഞാൻ കാണിച്ചിരിക്കുന്നത് നമ്മുടെ പല പ്രവർത്തനങ്ങളും നമ്മൾ രേഖപ്പെടുത്തപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി ഭാവിയിൽ നമ്മൾ എന്ത് ആവശ്യം വന്നാലും പറഞ്ഞു തരേണ്ട സംഗതികളാണ്. നമുക്കൊരു ബയോഡാറ്റ വേണം. എന്ത് ചെയ്യും?
എന്ത് ചെയ്യും? മക്കളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതി നമ്മൾക്ക് ബയോഡേറ്റ ആണ്. ഇതിനൊക്കെ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നതാണ്. ഒരു ബയോഡേറ്റ എഴുതാൻ ഏറ്റവും നല്ലത് നമ്മൾ തന്നെയാണ്. കാരണം മറ്റുള്ളവർക്കും നമ്മളെ കുറിച്ച് അറിഞ്ഞു